പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവർത്തികൾ 7-ാം അധ്യായം 31-ാം വാക്യം. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ച് നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. ഹല്ലേലൂയ. മോശ കണ്ട് ആശ്ചര്യപ്പെട്ട ദർശനം, മുൾപ്പടർപ്പിൽ ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തെ കണ്ടപ്പോൾ മോശ ആശ്ചര്യപ്പെട്ടു. എന്താ മോശയെ ആശ്ചര്യപ്പെടുത്തിയത്? ദൈവിക ദർശനം മോശയോട് ചിലത് സംസാരിച്ചു. കർത്താവിനെ നാം മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി സംശയങ്ങൾക്ക്, ഒത്തിരി ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരും. മോശ ഹല്ലേലൂയ ഹോരേബിൽ ദൈവിക ദർശനത്തെ കണ്ടപ്പോൾ മോശ ഒന്നാമതായി മോശയെ അതിശയപ്പെടുത്തിയത് ഹല്ലേലൂയ മുൾപടർപ്പ് വെന്തുപോകാത്ത ആ ദർശനമാണ്. മരുഭൂമിയിൽ ഹല്ലേലൂയ തീജ്വാല കാണുന്നത് സാധാരണമാണ്. എന്നാൽ തീജ്വാലയോടൊപ്പം തന്നെ ഹല്ലേലൂയ ആയിരിക്കുന്ന മുൾപ്പടർപ്പ് കത്താതെ ഇരിക്കുന്നത് എന്തെന്ന് മോശയെ ആശ്ചര്യപ്പെടുത്തി. ഹല്ലേലൂയ ഇതിനകത്തോട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയ ദൂത്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആർക്കും കാണാൻ പറ്റാത്ത സാന്നിധ്യമാണ്. ദൈവത്തെ മുഖാമുഖം കണ്ട ആരും ജീവനോടെ ഇരുന്നിട്ടില്ല. എന്നാൽ ഇതാ നോക്ക്, ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന മുൾപ്പടർപ്പിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതോടൊപ്പം തന്നെ മുൾപ്പടർപ്പ് കത്തിപ്പോകത്തില്ല. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ദർശനമാണ് ഹല്ലേലൂയ അവർ കാണുന്നത്. 430 വർഷം ഹല്ലേലൂയ മിസ്രൈമിൻ്റെ തീച്ചൂളയ്ക്കകത്ത് കിടന്നുകൊണ്ട് കത്തി ജ്വലിച്ച ഒരു ജനത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. അവർ ഉരുകിപ്പോകാത്തവണ്ണം, അവർ നശിച്ചു പോകാത്തവണ്ണം അവരെ കരുതിയ ഒരു ദൈവമുണ്ടെന്ന് മോശയോട് ദൈവം കാണിച്ചു കൊടുത്തതാ. 430 വർഷക്കാലം ഹല്ലേലൂയ ഈ ജനം മിസ്രൈമിലായിരുന്നു. അവരെ പീഡിപ്പിക്കും തോറും, അവരെ ഹല്ലേലൂയ ശത്രു ഞെരുക്കും തോറും അവർ കുറഞ്ഞില്ല, അവർ വർദ്ധിച്ചു വന്നു എന്ന് ഹല്ലേലൂയ പുറപ്പാട് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവിക സ്നേഹത്തിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും, നിങ്ങളെ ഞാൻ കരുതും. ഒരുപക്ഷെ കർത്താവ് ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന കർത്താവാണ്. അവൻ ഇറങ്ങി വന്നാൽ അവൻ്റെ തേജസ്സിൻ്റെ മുമ്പാകെ നിൽക്കാൻ, അവൻ്റെ ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. എന്നാൽ മുൾപ്പടർപ്പ് കത്തുന്നപ്പോൾ ഹല്ലേലൂയ കത്താതെ നിൽക്കുന്ന ആ മുൾപ്പടർപ്പെ, ഹല്ലേലൂയ വെന്തുപോകാത്ത മുൾപ്പടർപ്പിനെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഹല്ലേലൂയ നിങ്ങൾ നശിച്ചു പോകാത്തത്, നിങ്ങൾ ഇല്ലാതായി പോകാത്തത് എൻ്റെ കരുണ നിമിത്തമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് അവൻ്റെ കരുണയാണ്, അവൻ്റെ ദയയാണ്. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രിയരെ, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാത്തൊരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തന്നെങ്കിൽ നാം ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ നമ്മെ ഇതുവരെ പരിപാലിച്ചില്ലേ. ഹല്ലേലൂയ. മോശ കണ്ട ദർശനത്തിലെ ആശ്ചര്യം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആശ്ചര്യമാണ്. 2, മോശ ദൈവിക ദർശനം കണ്ടപ്പോൾ രണ്ടാമത് പറയുന്നത് ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്താണ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നത്. മുൾപ്പടർപ്പ് കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ അത് ശാപത്തിൻ്റെ പ്രതീകമാണ്. ഹല്ലേലൂയ. ദൈവം ശപിച്ചപ്പോഴാണ് ഈ ഭൂമിയിൽ മുൾപ്പടർപ്പും പറക്കാരെയും മുളച്ചു വന്നത്. ദൈവം ശപിച്ച ഭൂമിയാണ്. എന്നാൽ എവിടെയാണോ ശാപം വന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നത്. ഒരു യോഗ്യതയുമില്ല, ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു മുൾപ്പടർപ്പാണ്. ഈ മുൾപ്പടർപ്പിനെ എല്ലാവരും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതാണ്. എന്നാൽ ആ മുൾപ്പടർപ്പിലേക്ക് ദൈവം തൻ്റെ കരുണയെ അയച്ചു, തൻ്റെ ശാപത്തെ മാറ്റി അവിടെ അനുഗ്രഹത്തെ അയച്ചു. മനുഷ്യർക്കൊക്കെ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ ഇഷ്ടമാണ്. എന്നാൽ നോക്ക്, ആ ശാപം പിടിച്ച സ്ഥാനത്ത്, ഹല്ലേലൂയ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തൻ്റെ അനുഗ്രഹത്തെ അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ കണ്ട ദർശനം അതാ. ഹല്ലേലൂയ മാനവജാതിയുടെ ശാപത്തെ തമ്പുരാൻ ക്രൂശിൽ ഏറ്റെടുത്തു. നമ്മുടെ കർത്താവ് നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റി. ഇനിമേൽ ശാപത്തിന് നമ്മുടെ മേൽ ജയമില്ല. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിൻ്റെ സകല ശാപത്തിൽ നിന്നും കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ.
മോശ കണ്ട് ആശ്ചര്യപ്പെട്ടത് അതാ. യോഗ്യതയില്ലാത്ത മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, അനുഗ്രഹം ഇറങ്ങി വന്നു. 3, മോശ ഒരു ശബ്ദം കേട്ടു, ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് വിളിച്ചു പറയാം, മോനെ, നിൻ്റെ തലമുറയായി നിന്നെ അറിയുന്ന ദൈവമാണ് ഞാൻ, നിന്നെ നന്നായിട്ട് അറിയുന്ന ദൈവമാണ്, നിൻ്റെ പിതാക്കന്മാരെ പോലും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് ഞാൻ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. നിൻ്റെ അപ്പനോട്, നിൻ്റെ അപ്പൻ്റെ അപ്പനോട്, നിൻ്റെ കുടുംബത്തോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു കളയുന്ന ദൈവമല്ല, ഞാൻ തലമുറയായി വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഇത് കേട്ടപ്പോൾ എങ്ങനെ ആശ്ചര്യപ്പെടാതെ ഇരിക്കുന്നത്? ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, മുൾപടർപ്പിൽ ഇറങ്ങി വന്ന കർത്താവ് വിളിച്ചു പറയുന്നു, അവൻ സ്നേഹിക്കുന്ന ദൈവം, അവൻ ശാപത്തെ മാറ്റുന്ന ദൈവം, അവൻ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവം. വീണ്ടും തിരുവചനം പറയുന്നു, അവൻ വിശുദ്ധനായ ദൈവം. അവൻ്റെ കാലിലെ ചെരുപ്പ് മാറ്റി വെക്കാൻ പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധിയിൽ ഭയങ്കരനാ, എന്നെപ്പോലെ ആരുമില്ല. വിശുദ്ധനായ ദൈവം, വലിയവനായ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു, തൻ്റെ അനുഗ്രഹത്തെ ചൊരിഞ്ഞു, താൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്ന്, നമ്മെ നന്നായിട്ട് അറിയുന്നവനെന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു. ഈ കർത്താവ് നമുക്ക് സമീപസ്ഥനാ. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ ഇറങ്ങി വന്നു. പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമോ? മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ വാഴുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.